പുരിയിലെ ജഗന്നാഥപുരിയിലെ ക്ഷേത്രത്തിലാണ് ഞങ്ങൾ ഇനി പോയത്. ജഗന്നാഥപുരി ക്ഷേത്രം സത്യം പറഞ്ഞാൽ ഭാരതത്തിലെ ഏറ്റവും ഹിന്ദുധർമ്മ വിശ്വാസപ്രകാരം ഏറ്റവും വലിയൊരു ക്ഷേത്രമാണ്. അതുപോലെയുള്ള ക്ഷേത്രങ്ങൾ നമുക്ക് ദ്വാരകയിലും പിന്നെ ബദ്രിനാഥിലും, ദ്വാരക, ബദ്രിനാഥ്, പിന്നെ അതുപോലെ തന്നെ ജഗന്നാഥപുരി എല്ലാം ഒരേപോലെയുള്ള ഹിന്ദുധർമ്മ വിശ്വാസ ക്ഷേത്രങ്ങളാണ്. അത്ര വലുതുമാണ്. അതിനെ ചുറ്റിപ്പറ്റി ധാരാളം ഐതിഹ്യങ്ങളുണ്ട്. അതൊക്കെ പറയുകയാണെങ്കിൽ നമുക്ക് ഈ ജഗന്നാഥപുരിയിലെ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ കണ്ടാൽ നമുക്ക് അത്ഭുതം തോന്നും. മരത്തടി കൊണ്ടുള്ള പ്രതിഷ്ഠയാണ്. അതായത് 6 അടി പൊക്കമുള്ള ബലറാമും 5 അടി പൊക്കമുള്ള ശ്രീകൃഷ്ണൻ, കറുത്ത നിറത്തിലുള്ള ശ്രീകൃഷ്ണനും, പിന്നെ സുഭദ്ര 4 അടി പൊക്കത്തിലുമാണ്. സുഭദ്രയ്ക്ക് കൈയും കാലൊന്നും വെച്ചിട്ടില്ല. അങ്ങനെ 3 പ്രതിഷ്ഠയാണ് ഇവിടെ. ബലറാമിനെ ആദ്യമായിട്ടാണ് ഞാൻ ഒരു അമ്പലത്തിൽ പ്രതിഷ്ഠ കാണുന്നത്. അത് ജഗന്നാഥപുരി ക്ഷേത്രത്തിലാണ്. ഇത്രയും അത്ഭുതങ്ങളിൽ ഒന്നാണ് ഇത്. പിന്നെ ഒരു കടൽ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ജഗന്നാഥപുരി ക്ഷേത്രത്തിൽ നിന്ന് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് കടലിൻ്റെ ഇരമ്പൽ കേൾക്കാം നമുക്ക്, തിരമാലകൾ വരുന്നതും പോണതും. പക്ഷേ അമ്പലത്തിൻ്റെ ഉള്ളിൽ കിടന്നു കഴിഞ്ഞാൽ നമുക്ക് അത്ഭുതം തോന്നും. ഈ സമുദ്രത്തിൻ്റെ ഈ കടലിൻ്റെ ഇരമ്പലിൻ്റെ ശബ്ദമില്ല. അതെന്താ കാരണം എന്ന് എനിക്ക് അത്ഭുതം തോന്നി. അതെന്താ കാരണം വെച്ച് കഴിഞ്ഞാൽ അത് പണ്ടുള്ള ഐതിഹ്യമാണ്. സുഭദ്ര കൊച്ചുകുട്ടിയായിരിക്കുമ്പോൾ അവൾക്ക് ശബ്ദം കേൾക്കാൻ ഇഷ്ടമുണ്ടായിരുന്നില്ല. അപ്പോൾ കടലിൻ്റെ ആർത്തിരമ്പൽ കേട്ടിട്ട് ആങ്ങളമാർ, ബ്രദേഴ്സ് 2 പേരും, അതായത് ബലറാമും ശ്രീകൃഷ്ണനും ആ ആർത്തരമ്പൽ ശബ്ദത്തിനെ തടഞ്ഞു നിർത്തി. അതുകൊണ്ടാണ് ആ ശബ്ദം അതിൻ്റെ അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് കടക്കാത്തതെന്നാണ് പറയുന്നത്. അത്രയും വലിയ ഐതിഹ്യങ്ങളും വിശ്വാസങ്ങളുമാണ് അവിടെ നടക്കുന്നത്. പലതരം പൂജകൾ അവിടെ നടക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് അതിൻ്റെ ഏറ്റവും മേന്മപ്പെട്ട ഭാഗമാണ്, നന്മ നിറഞ്ഞ ഭാഗമാണ് അടുക്കള. അവിടുത്തെ അടുക്കള കണ്ടാൽ നമുക്ക് അത്ഭുതം തോന്നും. പുരാതനമായിട്ടുള്ള മൺപാത്രങ്ങളിൽ തന്നെയാണ് ഇപ്പോഴും അവിടെ പ്രസാദങ്ങൾ ഉണ്ടാക്കുന്നത്. എല്ലാ മൺപാത്രങ്ങളും ഇലകളൊക്കെയാണ്. കിണറ്റിൽ നിന്ന് വെള്ളം കോരിയിട്ടാണ് ജഗന്നാഥപുരിയിൽ പ്രസാദം ഉണ്ടാക്കുന്നത്. അത്ഭുതം തോന്നും നമുക്ക്. ഓരോ സൈഡിൽ നിന്ന് ഓരോ വീട്ടുകാരായിട്ടാണ് ഓരോ ഭക്ഷണ സാധനങ്ങൾ കൊണ്ടുവരുന്നത്. എന്താ വെച്ചാൽ പച്ചക്കറികൾ ഒരാൾ കൊണ്ടുവരും, എണ്ണ ഒരാൾ കൊണ്ടുവരും, അതുപോലെ അരി ഒരാൾ കൊണ്ടുവരും, അതുപോലെ വേണ്ട മസാലകൾ ഒരാൾ കൊണ്ടുവരും. അങ്ങനെ എല്ലാ കാര്യങ്ങളും. പിന്നെ പച്ചക്കറികൾ എന്ന് പറഞ്ഞാൽ ജൈവ കൃഷി ചെയ്തിട്ട് അത് വീട്ടുകാരാണ് കൊണ്ടുവരുന്നത്. ഓരോരോ വീട്ടുകാരുടെ റെസ്പോൺസിബിലിറ്റിയാണ്. ആയിരക്കണക്കിന് ആൾക്കാരെന്ന് പറഞ്ഞാൽ 3000 ആൾക്കാർക്കും 2000 ആൾക്കാർക്ക് 2 ലക്ഷം ആൾക്കാർക്ക് ഇടയ്ക്കാണ് അവിടെ വരുന്നത്. ജഗന്നാഥപുരി ക്ഷേത്രം കാണാൻ വരുന്നവർ അത്ര അധികം ആൾക്കാരാണുള്ളത്. അപ്പോൾ അവർക്കൊക്കെ യാതൊരു കുറവും ഇല്ലാണ്ട് പ്രസാദം കൊടുക്കും. 3000 പേർക്കായാലും കൊടുക്കും, 2 ലക്ഷം പേർക്കായാലും മതിയാവോളം പ്രസാദം കൊടുക്കും. ഡെയിലി ഉള്ള അതന്നെ നമുക്കൊരു അത്ഭുതം തോന്നി. എങ്ങനെയാണ് ഈ പ്രസാദം 3000 പേർക്ക് ഉണ്ടാക്കിയിട്ട് 2 ലക്ഷം പേർക്ക് കൊടുക്കണമെങ്കിൽ നമുക്ക് അത്ഭുതം തോന്നും. ആ കിച്ചണിലെ ആ അടുക്കളയിലെ അത്ഭുതങ്ങൾ കേട്ടാൽ നമ്മൾക്ക് ഭയങ്കര മഹാ അതിശയം തോന്നുന്ന കാര്യങ്ങളാണ്. എനിക്കത് ആ ഗൈഡ് പറഞ്ഞ കഥ കേട്ടിട്ട് ഞാൻ അത്ഭുതപ്പെട്ടു പോയി. 7 കലങ്ങളാണ് അത്ര അടുപ്പിച്ച് വയ്ക്കുക. 7 കലങ്ങളിലും വെച്ച് അടുപ്പ് തീ പൂട്ടും. പക്ഷെ ആദ്യം തന്നെ വേവണത് ആദ്യത്തെ കലത്തിലാണ്. ഞാൻ വിചാരിച്ചത് അവസാനത്തെ കലത്തിലാവുന്നു. അല്ല, ആദ്യത്തെ കലത്തിൽ, പിന്നെ 2ാമത്തേൽ, പിന്നെ 3ാമത്തേൽ, പിന്നെ 4ാമത്തെ, 5ാമത്തെ, 6ാമത്തെ, 7ാമത്തെ, അങ്ങനെയാണ് അത്രേ. അപ്പോൾ ആദ്യം വേവണത് സാധനങ്ങളൊക്കെ, പച്ചക്കറികൾ, പഴങ്ങൾ, അതൊക്കെ ഇങ്ങനെ ഓരോ പാത്രങ്ങളിലാക്കി വേവിച്ച് പ്രസാദങ്ങൾ പലതരം ഐറ്റംസാണ്. നല്ലൊരു പായസമുണ്ട്, അതുപോലെ പഴം കൊണ്ടുള്ളൊരിതുണ്ട്. പിന്നെ കാജ എന്ന് പറയുന്നത് നമ്മുടെ ഒറീസയിലെ ഏറ്റവും വലിയ സ്വീറ്റ്സാണ്. നല്ല വില പിടിച്ചതാണ്. അത് നെയ്യിലുണ്ടാക്കിയ ഇതാണ് പ്രസാദമായിട്ട് തരുന്നത്. അതൊക്കെ ഞങ്ങൾ കഴിച്ചു. വളരെ നല്ല പ്രസാദം എന്ന് പറഞ്ഞാൽ ഭയങ്കര പ്രസാദമാണ്. ആ പ്രസാദമൊക്കെ ഞങ്ങൾ ഹോട്ടലിൽ കൊണ്ടുവന്ന് അവിടെ സെർവ് ചെയ്യണ ചിത്രമുണ്ട്, വീഡിയോസ് ഉണ്ട്, ഫോട്ടോസുണ്ട്. പിന്നെ ജഗന്നാഥപുരിയിൽ മൊബൈലോ ക്യാമറയോ ഒന്നും കടത്തി ഉള്ളിലേക്ക് പോകാൻ പറ്റില്ല. അത് കാരണം കൊണ്ട് ബാക്കിയുള്ള കാര്യങ്ങളൊന്നും അതിനെക്കുറിച്ച് നമുക്ക് ഫോട്ടോ എടുക്കാൻ പറ്റിയിട്ടില്ല. 2-3 ഫോട്ടോ പുറത്ത് നിന്ന് എടുത്തിട്ടുള്ളത് മാത്രമേ ഉള്ളൂ. അത് അലൗ ചെയ്യില്ല അവർ. ഉള്ളിലേക്ക് കടന്ന് ക്യാമറ യൂസ് ചെയ്യാൻ പാടില്ല. അതെല്ലാം ഐതിഹ്യങ്ങളായി മാറിയിരിക്കുകയാണ്. മറ്റുള്ള കേട്ടുകേൾവികളും മറ്റുള്ളവർ പറഞ്ഞിട്ടുള്ള കഥകളും അതാണ് ഗൈഡ് പറഞ്ഞത്. അതുകൊണ്ട് ജഗന്നാഥപുരിയുടെ ഏറ്റവും സവിശേഷത കൊടി, അതായത് കൊടിയാണ്. ആ സുദർശന ചക്രത്തിൻ്റെ മുകളിൽ ഒരു കൊടിയുണ്ട്. ആ കൊടി, അതായത് നമ്മൾ കാറ്റ് കിഴക്ക് വശത്തേക്ക് ഇറങ്ങിയാൽ അത് പടിഞ്ഞാറ് വശത്തേക്കാണ് വീശുക.
അതായത് കാറ്റിൻ്റെ ഗതിയുടെ ഓപ്പോസിറ്റാണ് ആ കൊടി വീശുക. എല്ലാ കാറ്റിൻ്റെ ഗതിക്ക് അനുസരിച്ചാണ് വീശുക. പക്ഷേ ഈ കൊടി എതിർവശത്തേക്കാണ്. അത് എന്തുകൊണ്ടാണെന്ന് ഒരു സയൻറ്റിസ്റ്റുകൾക്കും അറിയില്ല. അതിൻ്റെ രഹസ്യം ആരും കണ്ടുപിടിച്ചിട്ടില്ല. അതുമാത്രമല്ല, ആ കൊടിമരത്തിൻ്റെ മുകളിൽ ഒരു കിളികളും പോണ കണ്ടിട്ടില്ല. ഞാൻ അവിടെ താഴെ നിന്ന് നോക്കി, ധാരാളം കിളികൾ ചുറ്റും പറക്കുന്നുണ്ട്. എല്ലാവരും ആ കൊടിമരം എത്തിയാൽ താഴ്ന്ന് പറക്കണം. അതും അതിൻ്റെ അത്ഭുതം നമുക്കറിയില്ല. അതെല്ലാ അത്ഭുതങ്ങളല്ല, ഇത് കണ്ട അത്ഭുതം തന്നെയാണ്. ഇത് വളരെ വിശ്വസിക്കാവുന്ന അത്ഭുതമാണ്. അതിൻ്റെ രഹസ്യങ്ങളൊന്നും നമുക്കറിയില്ല. ഇതെല്ലാം ഒരേ വിശ്വാസം മാത്രം എന്ന് ഞാൻ വിചാരിക്കുന്നു. അത് കഴിഞ്ഞാൽ പിന്നെ സുദർശന ചക്രം. 1 ടൺ വെയിറ്റാണ് ഈ സുദർശന ചക്രത്തിന്. ആ സുദർശന ചക്രം എന്ന് പറഞ്ഞാൽ തന്നെ അറിയാമല്ലോ, മഹാവിഷ്ണുവിൻ്റെയാണ് സുദർശന ചക്രം. അത്ര ഭാരമുള്ള ഒരു സാധനത്തിനെ ഇത്ര വലിയ അമ്പലത്തിൻ്റെ മുകളിലേക്ക് കയറ്റിയത് എങ്ങനെയാണ് നമുക്ക് ആലോചിക്കാൻ പോലും പറ്റുന്നില്ല. അതിനുള്ള യാതൊന്നും അവിടെ കാണാനില്ല. അതിൻ്റെ ബുദ്ധിമുട്ടുകളോ കഷ്ടപ്പാടുകളോ ഒന്നും അറിയില്ല. ഇത്രയും ആയിരക്കണക്കിന് വർഷങ്ങളായിട്ട് ഈ ക്ഷേത്രത്തിന്, ഈ സുദർശന ചക്രത്തിന് ഒരു കേടും പറ്റിയിട്ടില്ല. ഒറീസയിലെ പുരിയുടെ എവിടെ ചെന്ന് നോക്കിയാലും ഈ സുദർശന ചക്രം കാണാൻ പറ്റും. അങ്ങനെ എല്ലാ സ്ഥലങ്ങളെയും ഫേസ് ചെയ്തിട്ടാണ് സുദർശന ചക്രം വെച്ചിട്ടുള്ളത്. അതുമാത്രമല്ല, ഈ സുദർശന ചക്രം നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മളെ നോക്കാൻ തോന്നും, അത് നിങ്ങൾ നോക്കുകയാണെങ്കിൽ നിങ്ങളെ നോക്കാൻ തോന്നും. അങ്ങനെയുള്ള ഒരു പ്രത്യേകത സുദർശന ചക്രത്തിന് ഞാൻ കണ്ടു. അത്രയും ജീവനുള്ള ഒരു ചക്രമാണ് അത്. അതൊക്കെയാണ് ഈശ്വരൻ്റെ പ്രതിഭകൾ. അങ്ങനെ ഞങ്ങൾ എന്ത് ചെയ്തു വെച്ചെങ്കിൽ ജഗന്നാഥപുരി രാത്രി 11 മണി 12 മണിക്ക് പോയി. അത് കഴിഞ്ഞ് 12 മണി കഴിഞ്ഞ് 2 മണി കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ തിരിച്ചെത്തിയത്. എൻ്റെ മക്കളൊന്നും യാതൊന്നും കഴിക്കാണ്ട് ഇരുന്ന് അവർ 4:30 പോയി 5 മണിയുടെ പൂജയിൽ പങ്കുകൊണ്ടു. അത് കഴിഞ്ഞിട്ട് അവർ തിരിച്ചെത്തിയത് 7 മണിക്കാണ്. ഞാൻ പക്ഷേ പൂജയിലൊന്നും പങ്കെടുക്കാൻ പോയില്ല. അത് വളരെ അതിശയമാണ്. എല്ലാ സമയത്തും, അതായത് 24 hours അവിടെ ആൾക്കാർ വരുന്നുണ്ട്, ഭക്തർ വരുന്നുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ അത്ഭുതം. അത് കഴിഞ്ഞാൽ പിന്നെ എല്ലാം കൊണ്ടും അങ്ങനെ ജഗന്നാഥപുരി ഒരു അത്ഭുത ക്ഷേത്രമാണ്. എന്തുകൊണ്ടും നമുക്ക് കാണേണ്ട ഒരു ക്ഷേത്രമാണ് ജഗന്നാഥപുരി. അതുകൊണ്ട് ആരും അത് വിട്ടുകൊടുക്കരുത്, എല്ലാവരും കാണണം. പിന്നെ അവിടെ 3 പ്രതിഷ്ഠയിൽ ബലറാമൻ്റെ പ്രതിഷ്ഠ ആദ്യമായിട്ടാണ് ഞാൻ ഒരു അമ്പലത്തിൽ കാണുന്നത്. ഒരിക്കലും വേറെ അമ്പലങ്ങളിലൊന്നും ഞാൻ കണ്ടിട്ടില്ല. ബലറാമും ശ്രീകൃഷ്ണനും സുഭദ്രയാണ്. അപ്പോൾ അത് കാരണം കൊണ്ട് അത് വലിയൊരു അത്ഭുതങ്ങളിലൊന്നാണ്. ഒരു അപൂർവമായ സംഭവമാണ്. ബാക്കി എല്ലാ കാര്യങ്ങളിലും ഒന്നുകൊണ്ടും. പിന്നെ പ്രസാദം എന്ന് പറഞ്ഞാൽ ഇത്രയധികം പ്രസാദം അടങ്ങിയിട്ടുള്ള ഒരു അമ്പലം ഞാൻ കണ്ടിട്ടില്ല. ഏതെങ്കിലും ഒന്ന് തരാം, 1 ഐറ്റം അല്ലെങ്കിൽ 2 ഐറ്റം അല്ല, ഇതൊരു പൂർണ്ണ സദ്യയാണ് അവർ വിളമ്പി തരുന്നത്. അങ്ങനെ ദിവസം കൊടുക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് അത്ഭുതം തോന്നുന്നുണ്ട്. 3000 മുതൽ 2 ലക്ഷം വരെ സന്ദർശകർ വരുമ്പോൾ അവർക്കൊക്കെ പ്രസാദം കൊടുക്കുക, ഡിവോട്ടീസ് വരുമ്പോൾ അവർക്കൊക്കെ പ്രസാദം കൊടുക്കുക എന്ന് പറഞ്ഞാൽ അത്ഭുതമാണ് എനിക്ക് തോന്നുന്നത്. ഈ പ്രസാദത്തിന് ഒരിക്കലും തികയാതെ പോവില്ല എന്നാണ് പറയുന്നത്. അതാണ് അവിടുത്തെ മിറാക്കിൾ വന്നത്. അങ്ങനെ പലവിധ ഐതിഹ്യങ്ങളും കേൾക്കുന്നുണ്ട്. അതൊക്കെ ശരിയാണെന്ന് എനിക്ക് തോന്നി നേരിൽ ചെന്ന് കണ്ടപ്പോൾ. അങ്ങനെയൊക്കെ ഞാൻ വളരെയധികം ഈ ഭക്തിയോടുകൂടി പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞ് ഭക്ഷണം കഴിച്ചു, പ്രസാദം കഴിച്ചു, വളരെ ക്ഷേമമായിട്ട് കഴിച്ചു, പ്രാർത്ഥിച്ച് ഭക്ഷണമൊക്കെ കഴിച്ചു. പക്ഷേ ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ചിട്ടാണ് പ്രസാദം കഴിച്ചത്. അതുകൊണ്ട് അധികം കഴിക്കാൻ പറ്റിയില്ല. എന്നാലും എല്ലാം ടേസ്റ്റ് നോക്കി. എരിവും പുളിയും മധുരവും ഒക്കെ തികഞ്ഞൊരു പ്രസാദമാണ്. അതിൽ ഖാജ എന്ന് പറഞ്ഞതാണ് സ്വീറ്റ്സ് അതിൻ്റെ പ്രധാന പ്രസാദം. ബാക്കിയെല്ലാം ഉണ്ട്. ചോറുണ്ട്, ഖീറുണ്ട്, അതുപോലെ പലതരം കറികളുണ്ട്, നവരസങ്ങളുള്ള കറികളുണ്ട്. അങ്ങനെ പലതുമുണ്ട്. പല വെജിറ്റബിൾസൊക്കെ മിക്സ് ചെയ്ത് വളരെ ന്യൂട്രീഷ്യസ് ഫുഡാണ് പ്രസാദമായിട്ട് കിട്ടുന്നത്. അങ്ങനെയൊക്കെയാണ് ഓരോ കാര്യങ്ങൾ. ഏതായാലും ജഗന്നാഥപുരി മറക്കാൻ പറ്റില്ല. അതെൻ്റെ ജീവിതത്തിലെ ഒരു വലിയ സംഭവമാണ്. വലിയൊരു ആഗ്രഹമാണ് ആയിരുന്നു അത് ഞാൻ ദൈവത്തിനോട് നന്ദി പറയണം. ഏതായാലും ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുകയോ ഷെയർ ചെയ്യുകയോ സബ്സ്ക്രൈബ് ചെയ്യുകയോ എന്ന് നിങ്ങളുടെ സ്വന്തം സുലോചന ടീച്ചർ.